ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുകയാണ്. ഇന്ന് എത്രാമത്തെ റിവ്യൂ ആയിരുന്നു വെച്ചാൽ സർജറി കഴിഞ്ഞിട്ട് എത്ര ആളായി? ഒരു മാസം കഴിഞ്ഞിട്ട് 2 മാസം അടുപ്പിച്ച് ആവാറായി. മെയിൻ ആയിട്ടെന്ന് പറഞ്ഞാല് എന്റെ ഈ മസിൽസിനൊന്നും വേറെ പ്രശ്നമില്ല. മസിൽസിന് ഒരു പ്രശ്നമില്ല. പക്ഷെ അങ്ങനെ വെച്ചിരുന്നോണ്ട് അത് സ്റ്റിഫായി പോയി. അത് തന്നെ, അതുകൊണ്ട് സ്റ്റിഫ് അതിന്റെ പ്രശ്നമാണ്. ഞാൻ ഇത്രയും നാള് ഇവിടെ വന്നിട്ടാണ് ഫിസി ചെയ്തോണ്ടിരുന്നത്. ഇനിയിപ്പം ഞങ്ങൾ മാറ്റിയിട്ട് വീട്ടിന്റെ അടുത്തുള്ള സെന്റർ നോക്കുകയാണ്. ഇനിയിപ്പം പോയി വരാനൊക്കെ എളുപ്പമായിരിക്കില്ല. ഇതിപ്പോ ഞാൻ ഒന്നിക്കൊന്നിടെ വരാനേ പറ്റത്തുള്ളൂ. ഇന്നത്തെ കാര്യം വീട്ടിൽ നിന്ന് ഇന്ന് വരെ വരണം. ട്രാവൽ എല്ലാം കൂടെ ഭയങ്കര ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് 1 ഡേ ഗ്യാപ്പ് ഇട്ടായിരുന്നു വന്നോണ്ടിരുന്നത്. ഇനിയിപ്പം ഡെയിലി വീട്ടിന്റെ അടുത്ത് പോയി ചെയ്യാം. അതാണ് സംഭവം. ഇനി നമുക്ക് നേരെ എവിടെ പോണം? ഇനി നമുക്ക് എവിടെയെങ്കിലും പോവാം. സൂയി പോവാം, മൃഗശാലയിൽ പോവാം, ഫ്രണ്ട്സിനെയൊക്കെ കാണാം അല്ലേ? ലെറ്റ്സ് ഗോ ടു എവിടെ? ഓ, നിങ്ങൾ എല്ലാരും സെയിം പിച്ചല്ലേ? അന്ന് ഗിഫ്റ്റ് കിട്ടിയല്ലേ ചാ ആ ഷർട്ട്? ഗിഫ്റ്റ് കിട്ടിയത്. പക്ഷെ ഇത് രണ്ടും ഒരുമിച്ച് വന്നല്ലേ? വേറെ അല്ലായിരുന്നോ? പക്ഷെ സംഭവം മാച്ചിങ് കേട്ടോ. രണ്ടുപേരും മാച്ചിങ് ഒക്കെ ഇട്ട്. ഓ പിന്നെ ആ ചുമ്മാട്ടോ, ഒരു രണ്ട് മാച്ചിങ് സെറ്റ് മസാ അടിച്ച് വന്നിട്ടേക്കുക. എനിക്ക് കൊടവണ്ടിയൊക്കെ ചാടി ഗൈസ്. ഈ സർജറി കഴിഞ്ഞിട്ട് ഇരിക്കുമ്പോഴത്തേന് നമുക്ക് കൊടവണ്ടി വരും. ഡു യു ഹാവ് കൊടവണ്ടി? യുവർ സിക്സ് പാക്ക്? എനിക്കില്ല. ഞങ്ങള് സൂയി എത്തി കേട്ടോ. ഭയങ്കര വെയില്. അച്ഛാ അക്കൂറിയോ അച്ഛാ? ഇതിനകത്ത് അറിയാലേ മുഷിയൊക്കെ കാണും. ചൂണ്ടെടുത്ത അല്ലേ? വണ്ടിയില്ല. ഇതിനകത്തോണ്ട് ഇട്ടാലേ അടിച്ച് പരിചയം എടുത്തോണ്ട് വാച്ച. അമ്മ ആ ഷാളൊന്ന് വിരിച്ചാലും മതി, കിട്ടും. എവിടെ ഇത് എളുപ്പമാടെ പിടിക്കാൻ. ഞാൻ ഇന്ന് വരെ മീൻ പിടിച്ചു. രോമമുള്ള മീനാ. അത് പട്ടിയെ വിളിക്കണം അങ്ങനെ, പൂച്ച. പക്ഷെ മീനെ വിളിച്ച അങ്ങനെ എഴുതൂലേ. ഓ, ഈ മീനിന്റെ തലയാണ് ഇങ്ങനെ അതിന്റെ അടിയിൽ കൂടെ ഇറങ്ങിപ്പോയി വാലായിട്ട് അപ്പുറത്തിരിക്കുന്നല്ലേ. അവിടെ ഒരു ഡിനോസർ കൊണ്ടിട്ടുണ്ടോ? ഒരാൾക്ക് ഇവിടെ 30 രൂപയാണ് അക്കൂരത്തിൽ കയറാനായിട്ട്. അഡൾട്ട് 20 എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷെ ഒരു 30 രൂപ അടിച്ചല്ലോ. പുതിയ മീൻ വന്ന് കാണുമായിരിക്കും. അതായിരിക്കും 10 രൂപ കിട്ടിയത്. എന്തെങ്കിലും ആവട്ടെ. ഓ, ഇതെന്തൊരു സൈസ് മീൻ വെച്ചാ? സിൽവർ അറോവാന. അയ്യോ വേണ്ട, അറോവാണയിലല്ലേ എഴുതിയത്? അരോണ. ഞാൻ ഇംഗ്ലീഷാണ് വായിച്ചത്. അറവാണ. അങ്ങനെ സൈലന്റ്. പിന്നെ എന്തിനാ അവിടെ എഴുതി വെച്ചേക്കുന്ന സൈലന്റ്? അത് മാറ്റിയാ പോരായിരുന്ന? ഇത്ര വലിയ സൈസ് അല്ലേ? എന്റെ വായിരിക്കുന്നുണ്ട്. എല്ലാം ഇഷ്ടപ്പെട്ടോ. ഇത് കൂണാച്ചാ? ഒരു 4 ദിവസം കറിക്കുള്ളതുണ്ട്. തലക്കറിയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാ ഇല്ലേ? താഴോട്ട് ഓപ്പണുള്ള വായാണ്. ഈടാ കള്ള. ഇത് സാധാ മറ്റേ മച്ചലി, ചിന്ന മച്ചലി കേട്ടോ. ഇത് കാണാൻ ഭയങ്കര രസം കേട്ടോ. ഓക്കെ, ടെക്സസ് ഫിഷ്. ഇതാണ് ടെക്സസ് ഫിഷ്. അമ്മ ഇവിടെ കിടുക്കാച്ചി വ്ളോഗ്, ബിന്ദു ബ്ലോഗ്സ്. ഇത് നമ്മുടെ ചങ്കല കേട്ടോ. ഇതൊക്കെ നമ്മൾ ഇത്തിരി കേട്ടിട്ടുണ്ട്. വലിയ ജാട കേട്ടോ. പോണ നോക്ക്, ഇത് ലൈറ്റ് വരുമ്പോഴത്തേന്. ഇത് എണ്ണ വെച്ച് പൊരിക്കണം. കരിവേപ്പിലൊക്കെ ഇട്ട് നല്ല ടേസ്റ്റ് ആട്ടോ ഇത്. ഏതാ? ഏതോ ഒരു മീനെ തൊടുമ്പോ ഷോക്ക് അടിക്കുന്ന ഒരു മീനുണ്ടല്ലേ? ഇലക്ട്രിക്കൽ ഒരു മീനുണ്ട്, എർത്തടിക്കൽ. ഇത് മുതലയുടെ തലകണക്ക് ഇരിക്കണല്ലേ? ഓക്കെ. ഓ, ഇതാണ് അരാപ്പൈമ കേട്ടോ. പക്ഷെ ഇത് ഭയങ്കര ചെറുതാ. ഇത് ഭയങ്കര വലിയ സൈസ് ആവുന്ന മീനാ. ജൈന്റ് ഗൗരാമി. ശരി, ഒരു ഇല്ലേ ചുണ്ട് പ്ലാസ്റ്റിക് സർജറി ഇതാണൊക്കെ ഇരിക്കുന്നത് അല്ലേ? മറ്റേ സിറിഞ്ച് വെച്ച പോലെ. ഇതാണോ മറ്റേ എറുത്തടിക്കുന്ന? ഓ, ഇതാണ് കേട്ടോ എറുത്തടിക്കുന്ന മീൻ. എന്താ മിണ്ടാതെ കിടക്കുക. ചെന്ന് തുടരണം. ഇവിടെ പെരുത്ത് ഇവിടെ കിടക്കും. പിന്നെ എറുത്തടിക്കുക ചെയ്ത് ഇലക്ട്രിക് ഷോക്ക് അടിക്കും. അതാണോന്ന് അറിയത്തില്ല. പക്ഷെ അത് കണ്ടോ, ഒരു വല്ലാത്തൊരു കണ്ടോ പാമ്പിന്റെ ഒരു സെറ്റപ്പ് അല്ലേ അത്?
ഗ്ലാസ്സിൽ തൊടാതെ വെറുത്തടിക്കും അത്. പാമ്പ് കഴിച്ച് പാമ്പ്. ഇത് സീനാട്ടോ, ഇത് സീൻ സാധനം, ഇത് സീൻ സാധനം. ഇപ്പൊ കണ്ട മീനുകളെ പോലെ തന്നെ ഇത് സീൻ സാധനം. നാഗരാജാവ് മീൻ, ഇതൊക്കെ ഇത് ഊള മീന്. നോക്കി ചുക്കുടു മീനുകൾ. മീൻ വരെ ഓരോ ആറ്റിറ്റ്യൂഡ് അല്ലേ. പാവം മീൻ, ഒരുമാതിരി വല്ലാത്തൊരു പന്ന സ്വഭാവമുള്ള മീൻ. ഇതൊക്കെ ഓസ്കാർ കിട്ടിയ മീനാന്ന് തോന്നുന്നുണ്ട്. ഓസ്കാർ മീനൊക്കെ ഉണ്ട്, അതുകൊണ്ട് ലാഭമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അതിങ്ങനെ ആക്കിയാൽ മതി, ശരിയാവും. നമ്മൾ ഒരു വട്ടം വന്നിട്ടുണ്ടോ ഇല്ല സാർ? ഒരു വട്ടമല്ലേ വന്നിട്ടുള്ളൂ. ഇതാണ് ഹനുമാൻ കുരങ്ങ്. നരച്ച കുരങ്ങ്, നരച്ച ഒരു സൈസ് കുരങ്ങ്. എന്നിട്ട് ഒളിച്ചിരിക്കും കേട്ടോ. ഇതൊക്കെ വേറെ ഉള്ളിൽ വന്ന് സുമതി വളവിന്റെ അവിടെയൊക്കെ വന്ന് നമ്മൾ പേടിക്കൂലേ. കാരണം ഈ ഒരു ഷെയ്പ്പ്, തലയുടെ അവിടുന്ന് വെള്ള. അതിന്റെ എന്തര് കോഡ് ഭാഷ. കരിങ്കുരങ്ങ് ദേണ്ടേ, ആരോ ഇട്ടേക്ക് ദേണ്ടേന്ന് കരിങ്കുരങ്ങ്. ദേണ്ടേക്ക് അതേപോലെ തന്നെ. ഭയങ്കര ശാന്തമായ ഒരു അന്തരീക്ഷമല്ലേ. നമ്മൾ പോകുമ്പോഴത്തേനും അവിടെ അതൊക്കെ മാറും, തണലുണ്ട്. ഇങ്ങനെ ശ്രദ്ധിച്ചറിയാം കുറെ അനാഥ പക്ഷികളുടെ ഒരു സൗണ്ട്. കമ്പി തിന്നുന്ന കുരങ്ങ്, കോൺക്രീറ്റ് കമ്പി തിന്നുന്ന ആ കുരങ്ങാണ് ഇത്. എന്തുകൊണ്ട് അന്ന് വന്നപ്പോൾ ഈ കമ്പി തന്നെ തിന്നോണ്ടിരുന്നത്, ഇപ്പോഴേ തിന്ന് തീർന്നില്ലല്ലേ. കേറ്റ് ഇവിടെ ഫുള്ള് കുരങ്ങന്മാരുടെ ഏരിയ ആണേ. വർഗത്തിന്റെ ഗുണം കാണിച്ചു തുടങ്ങി. അത് പ്രത്യേകത. ഇത് ഒട്ടകപ്പക്ഷിയാട്ടോ. ഇത് വറുത്തരിക്കില്ല, ഇത് മന്തി വെക്കണം മൊത്തത്തിൽ. എന്തായാലേ കൊള്ളാവൂ. ഇത് തൂവല ഉറച്ചിട്ട് ചുട്ടിട്ട് മന്തി വെക്കണം. ഇനി അന്ന് വന്നപ്പോഴത്തേക്ക് ഇതിനകത്തൊക്കെ ഏതാണ്ടൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും ചാടിപ്പോയി തോന്നുന്നു കേട്ടോ. ഇതിനകത്ത് എന്നെ വിടണം ഒരു ദിവസം, ഓരോ ദിവസം വെറൈറ്റി ഡിഷസ്. ഇത് ലംബക്കി, ഇത് എംബോക്കി, ഇത് നർമാർബക്കി. ഇത് അളിയന്റെ പരിണാമം കേട്ടോ. ഇത് പണ്ട് അളി ഇരുന്ന്, പിന്നെ അവിടെ ചെറിയ വണ്ടികളൊക്കെ പോകുന്നുണ്ട്. ഈ കാണിച്ചേക്കുന്ന അളിയന്റെ ഒരു പരിണാമമാണ്. അതിന്റെ മണ്ടയിലോട്ട് കൊണ്ട് എങ്ങനെയാണ് നൂന്ന് നടക്കാൻ പഠിച്ചത്, കാലെങ്ങനെയാണ് ഉറച്ചത്, വാലെങ്ങനെയാണ് വന്നത് പുള്ളിക്ക്. എല്ലാരും കൂടെ എന്നെ പണിയുന്നത്. ഇതിനകത്ത് മെയിൻ്റെനൻസ് നടക്കുക. അന്ന് വന്നപ്പോ ഓർമ്മ ഇതിനകത്ത് പക്ഷിയായിരുന്നു അമ്മ, പക്ഷികളുണ്ടായിരുന്നു. ഇപ്പൊ പക്ഷികളൊന്നും ഇല്ല കേട്ടോ. ഒത്തിരി നടക്കണം വലിയ ഡാഡ്. ദിസ് വേ. മറ്റില്ല കരടി ഉണ്ടായിരുന്നല്ലേ, ധ്രുവക്കരടി. നമ്മളെവിടെയായിരുന്നു കണ്ടത് ധ്രുവക്കരടി? അത് സാധാ കരടി. വെള്ളിമൂങ്ങ പേരൊക്കെ ഉണ്ട്, പക്ഷെ വെള്ളിമൂങ്ങ ഇല്ല കേട്ടോ. ഉണ്ടോ? എവിടെ? ചെറുതല്ലേ. എവിടെ? ഒളിച്ചിരിക്കുവല്ലേ. അവിടെ ഉണ്ട്. പക്ഷെ ഈ ഗ്രില്ല്, ഈ പുല്ലി ഗ്രില്ല്, ഇത് എന്തോന്ന് ഗ്രില്ല് കാണാൻ വയ്യ നേരെ പോവേ. ഇത് നമ്മുടെ ട്രിവാൻഡ്രത്ത് മൊത്തം തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാർ കൂടുതൽ. அவங்க எல்லாரும் இங்கே வந்துக்கிட்டு இருக்கு இல்லையாப்பா? தமிழ்நாட்டிலே இருந்து ரொம்ப மக்கள் இங்கே வந்துக்கிட்டு இருக்கு. ஆமாம். இடைக்கு நான் தான் சந்தேகிப்பேன், இது தமிழ்நாடா அப்படின்னு நான் சந்தேகம் வருது எனக்கு. கேரளா பார்க்கறதுக்கு வந்து ரொம்ப ஆளு இங்கே கேரளத்தில் வருது. കേരള ரொம்ப ഇപ്പൊ ഡിമാൻഡിൽ ഇருக்கு ரொம்ப. ജയ് ബാലയ്യ. ഇവിടെ ഇപ്പൊ ഗ്ലാസ് ആക്കിയിട്ട് അന്ന് വന്നപ്പോ ഇതിന്റെ പണി കിടക്കുവായിരുന്നു വെച്ചാ. ഇത് കഴുകൻ. സീൻസ് ആണ്. പരന്താണോ? അത് പരന്തു. ഒരു മുക്കാച്ചൊരു കഴുകിയിരിക്കുന്ന കേസ്. ഇരിക്കണം. ഇത് കൊക്കിന്റെ ഏരിയ കേട്ടോ. കൊക്കല്ല, വേഴാമ്പലുണ്ട്, കൊക്കുണ്ട്. ഇത് കുരുമുളക് ഒത്തിരി വേവിക്കല്ലേ, ആ ഒരു ജ്യൂസിനെസ് പോവും. അതുകൊണ്ട് ഒരു നൈസ് പരുവത്തിൽ വേവിച്ചെടുത്താൽ മുക്കി എടുത്ത് അങ്ങനെ എടുക്കണം. തോലിരിഞ്ഞ് കറി വെക്കണം. ആ തൂവലൊക്കെ പറിച്ച് കളഞ്ഞില്ലേ ചാ? കാലോ നമുക്ക് അടിച്ചു പറിച്ചിരിക്കല്ലേ. കാലും ഒക്കെ നല്ല സൈസുള്ള കാലാണ്. നല്ല പെരട്ടി വെച്ചാൽ ഫ്രിഡ്ജ് വെച്ചാൽ ഒത്തിരി ദിവസം ഇത് ഇരിക്കും. അപ്പൊ ഒത്തിരി ഉണ്ടല്ലോ ഇത്. പാത്രം കറിയൊക്കെ സാധനം എടുത്തിട്ടുണ്ടെങ്കിൽ ശരിയാക്കായിരുന്നു. പോയി കിടക്കണോ? അകത്ത് പോയാ ഇതിന് ജാമ്യം ഇല്ല. അന്തരായ അന്തർഹേ. ഞാൻ ചുമ്മാ പറയണേണ്ട, ഇങ്ങനെയൊന്നും ചെയ്യില്ല. അനിമൽസിനെയൊക്കെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം.
ഒത്തിരി ഉണ്ട് കേട്ടാ, കുറേ ഇതുണ്ട് സത്യത്തിൽ. വെറൈറ്റി. കറുത്ത തലയുള്ള വേഴാമ്പലുണ്ട്, ചുമന്ന തലയുള്ളതുണ്ട്. വലയുള്ളതുണ്ടേ ഇങ്ങോട്ട്, അതല്ലേ ആ ആക്കുതാ. എങ്ങനെ അത് എവിടെ? അതെ. ഇതെല്ലാം കൂടെ അപ്പിടുന്നല്ലേ ഈ വെള്ളത്തിലായിരിക്കും. രാവിലെ ബ്രൂട്ടിന്റെ സ്പ്രേ അടിച്ചിട്ട് ഇവിടെ കിടക്കുന്നത്. അതാരും ശ്രദ്ധിച്ചില്ല ആ വിറ്റ്, ഞാൻ ശ്രദ്ധിച്ചു. ദുഃഖിക്കുന്നു ഞാൻ. ഇത് ഇതല്ലേ മറ്റേ ഇതിന്റെ പേര്? കരടി. നോർമൽ കരടി, സാധാ ഇന്ത്യൻ കരടി. ഇന്ത്യൻ കരടി ഇന്ത്യൻ കരടി അല്ലേ? ഇന്ത്യൻ അല്ലേ ഇത്? ഓ, ഇതിന്റെ പേര് പന്നിക്കരടി എന്നാട്ടോ. പന്നിക്കരടി, തേൻ കരടി. ഇതിന്റെ പേരെന്തിനാണെന്നറിയാവോ? പന്നിക്കരടി. പന്നിക്കും കരടിക്കും കൂടെ ഉണ്ടായത് ക്രോസ്ഡ്. ഓ ശരിയാ, പന്നി അയക്കും പോലെ അയക്കുന്നു. അതിന്റെ പന്നീന്റെ ഒരു ഫേസ് ഉണ്ട്. ചൂടായോണ്ടേ അധികം അനങ്ങുന്നൊന്നുമില്ല. സിംഗ ഇറച്ചി കേട്ടോ. അതെന്താ ഒരു ഞാൻ സിംഗം ക്രോസ് ചെയ്തത്. ഇത് ഒരു ദിവസം എന്തോ ഒരു ഇറച്ചി ഇന്നായിരിക്കും വെച്ചാ നക്കുക ഹാപ്പിയുടെ കണക്ക് തന്നെ. ഇത് രാവിലെ കൊണ്ടിട്ടായിരിക്കും ഇറച്ചി. കേൾക്കുന്നില്ലായിരിക്കും അല്ലേ? ഇതിന്റെ പേര് കാർത്തിക് എന്നാ. കാർത്തിക് വാടാ. അച്ഛ വിളിച്ച കാർത്തിക്. ഓ പുള്ളി തമിഴിലാ. ഇങ്ക വാങ്ങളേ. കാർത്തിക് തമിഴൻ പേരാ. ഇത് തമിഴ്നാട്ടിൽ നിന്ന് വന്ന സാധനം കേട്ടോ. അച്ഛനെ കൂടെ എടുക്കളേ ഇതൊക്കെ കാണിക്കുന്നേ. ഈ സാധനത്തിന് 2 വയസ്സേ ഉള്ളു കേട്ടോ. ഈ മൂത്രല്ലേ വെച്ചത്. അച്ഛനെ ഇഷ്ടപ്പെട്ടു തോന്നുന്നു. ഒന്ന് ഇറങ്ങി ഒന്ന് ചെല്ലാവോ? റെഡിയാക്കി തരുവച്ച. ഓ എത്ര മനോഹരമായ കാഴ്ചയല്ലേ. കൂട്ടത്തോടെ പുല്ല് തിന്നുന്ന മ്ലാവുകൾ. കലമാൻ, കൊലമാൻ, എല്ലാ സൈസ് മാനും ഉണ്ട് കേട്ടോ. മുതുകത്ത് കാക്കയുള്ളൊരു മാൻകുട്ടി, ചിന്നമാൻ. ഇതെല്ലാം ആട്ടുംകുട്ടിയാ. ചുമ്മാ കളറടിച്ചിട്ടേക്ക് പോകണം. ഇതിനൊക്കെ പിടിച്ച് ഇണക്കി അങ്ങ് വളർത്തണം വീട്ടിൽ. അതെ പുലി കിടന്ന് ഉറങ്ങും. നോക്കിയേ ലൈഫ്. ഫുഡടിക്കുക, ഉറങ്ങാം. അപ്പുറത്ത് തന്നെ ഉറങ്ങുക. ഉണരണമെങ്കിലേ ആരെങ്കിലും അതിനകത്തോട്ടൊന്ന് ചെല്ലണം. ഇപ്പൊ അറിയാം തീരട്ടെ. ഹാപ്പി ഇല്ല. ഈ സോകം കൊണ്ടാ പിടിച്ച് ഇവിടെ കൊണ്ടിട്ടേക്കുന്നത്. മൈൻഡില്ല, ജാട. അതുകൊണ്ട് അങ്ങേറ്റത്ത് വേറെ ഒന്നും 3 എണ്ണം ഉണ്ട് കേട്ടോ. പോണ്ടെന്ന് നക്കട്ടെ. എല്ലാ എണ്ണവും ഉറക്കുക. ഒരു കമ്പം കൊണ്ട് എടുത്താൽ 30 രൂപ കൊടുത്താ നിന്നെയൊക്കെ കാണാൻ വേണ്ടിട്ട്. അല്ലെ 40 രൂപ പണിയെടുക്ക്. വേസ്റ്റ്. ഉറക്ക തൂങ്ങിയിടും മൊത്തം. ഫുഡ് അടിച്ചിട്ട് ഉറങ്ങും. എല്ലാം ഉറങ്ങും മൊത്തം ഉറങ്ങും. എല്ലാ പുല്ലുകളും ഉറങ്ങും കേട്ടോ. അച്ഛൻ കറക്റ്റ് സൗണ്ട് അച്ഛാ. അച്ഛൻ ഒരു പുലിത്തോല് സെറ്റ് ചെയ്യും. എന്നിട്ട് കണ്ട് ഈ കൂട്ടിൽ ആരുമില്ല. അച്ഛൻ 2 മറ്റേ 2 കൈയൊക്കെ പൊക്കി ഡാൻസ് കളിച്ചു അങ്ങനെയൊക്കെ ചുമ്മാ എന്റർടൈൻ ചെയ്യിക്കാ ആൾക്കാരെ. അച്ഛൻ വന്നപ്പോ എണീറ്റ് കേട്ടോ. അത്ര തിരിച്ചു കിടക്കണേ. അത് വേറെ സൗണ്ടല്ലേ. എനിക്ക് അറിഞ്ഞൂടെ ഇതിന്റെ ഒച്ച എങ്ങനെ. അത് ഹൈനയുണ്ട് കേട്ടോ. അപ്പുറത്തെ സൈഡിൽ ഹൈനയുണ്ട്. പക്ഷെ നമുക്ക് ഇതുവഴി പോകാൻ പറ്റത്തില്ല. എനിക്കൊന്നും അതിന്റെ ആ ഗ്രില്ല് അത്ര സെറ്റല്ല. അത് അടുത്തൂടെ കണ്ടോ ആൾക്കാർക്ക് തൊടാനൊക്കെ പറ്റും ആ ഗ്രില്ലിൽ. അതുകൊണ്ടായിരിക്കും അങ്ങോട്ട് പോകാൻ പറ്റാത്തത്. ബട്ട് ഹൈന ഉണ്ട് കേട്ടോ ഇവിടെ. എനിക്കൊന്നും ഇപ്പോഴങ്ങനെ കൊണ്ടുപോകും. അടുത്തോട്ട് പോകാൻ പറ്റത്തില്ല. ഇതായിട്ടില്ല. അവിടെ കാണുന്ന അത് ഹൈനയാണ്. നമുക്കിനി ഉരകങ്ങളെ കാണാം. അന്ന് വന്നപ്പോ കണ്ടായിരുന്നു ഇതിനൊക്കെ. പക്ഷെ ഇതൊക്കെ ചെറിയ പെരുമ്പാമ്പാ. പാമ്പ് പേടിച്ച് ചെറുതായിട്ട് ഇച്ചിരി ഇല്ലേ. ദൈവമേ, വലിയ ഗ്ലാസ് എന്നാമെന്ന് ഇളകി പോണം. അച്ഛൻ കൈ ആട്ടുന്നതനുസരിച്ച് നോക്കുന്ന. അച്ഛാ അത് അച്ഛൻ്റെ കൈയിന്റെ മൂവ്മെന്റ് അനുസരിച്ച് നോക്കണത്. ഓക്കെ
കടവുളേ. പാമ്പാട്ടി, ഗ്രേറ്റ് മാൻ. പാമ്പാട്ടി തന്നെ, എന്നെക്കാട്ടും വലിയ പാമ്പ്. ഇത് കരിക്കൂ? ഉമ്മ ബക്ക. ഓ ഇത് കരിക്കും കയറ്റോ? അടിയിൽ ചെറിയ മാന നിറമൊക്കെ ഉണ്ട്. കയറി പോണോക്കെ. സൈസ് നല്ല നീളമുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഒരാളേക്ക് മെഴുകുമായിരിക്കും ഇത്. രാജബമ്പാല കയറി നീളം കണ്ട അതിന്റെ എത്ര നീളമുണ്ട് ഈ ഐറ്റത്തിന്. അത് കാണാൻ വേണ്ടിയാണ് കറക്റ്റ് കണ്ട വള്ളി അതല്ലേ കയറി പോന്ന കാര്യം. അപ്പൊ അതിന്റെ കറക്റ്റ് നീളം അറിയാല്ലേ. അതിന്റെ പീലി ഇളകുന്ന ഇവിടെ. പീലി എന്തോന്ന് മയിലായത്? പീലി വിടർത്താൻ. അതുകൊണ്ട് അതിന്റെ എന്തിനാ കിടക്കുന്നത്? അത് പട്ട ചറ്റശേ അതിന്റെ തൊലി. അച്ഛൻ കേറി ഇണക്കച്ചതിന് ഇണക്ക്. ഞാൻ വാടക പോവാം.